ജിംനി എക്സ്പ്ലോററിന്റെ മാംഗോ മോഡോസ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ട് 2 തുടർന്ന് കാണാം. ബ്രൗണോ നല്ല രസമുണ്ട്. അശോകത്തിന്റെ ഇത് നമ്മുടെ കരിഞ്ഞോട്ട. ഈ ആശാരിമാരൊക്കെ കട്ടിള ജനലൊക്കെ നിർമ്മിക്കുമ്പം ചിതല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലഘട്ടങ്ങളിൽ കട്ടിലയുടെ ഇടയിൽ വെക്കും. ചിതല് ഉച്ചനൊന്നും അടിക്കത്തില്ല. പിന്നെ ഡെലിവറിക്ക് തങ്ങളുടെ ഒരു ഐശ്വര്യമേ എന്നിട്ട് അതിനെ പാഴുന്നത് ഇതൊന്നും ചെടികളൊന്നും ഇപ്പോഴത്തെ പിള്ളേർ ശ്രദ്ധിക്കില്ലെന്നേ. അമ്പഴം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ റൂട്ടാണ്. നമുക്കിവിടെ ത്രിഫലയുടെ മരങ്ങളുണ്ട്. ത്രിഫല അതായത് നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മൂന്നെണ്ണല്ലേ? നെല്ലിക്ക, താനിക്ക, കടുക്ക. ഈ 3 മരത്തിന്റെയും കായുടെ തോട് ചേർത്താണ് ത്രിഫല തയ്യാറാക്കുന്നത്. ത്രിഫലക്കൂട്ട്. ഇത് താനിയുടെ മരം ഫസ്റ്റ് നിൽക്കുന്നത്. ഇത് കടുക്ക. താനിയുടെ താനിക്കല്ലേ? ഇത് നമ്മള് 3 ഒരു തീമായിട്ട് ചെയ്തേക്കുവാ. ഇത് കടുക്ക. അത് കണ്ടിട്ടില്ല. കടുക്കയുടെ ഇലയൊക്കെ നോക്കട്ടെ. താന്നിയുടെ ഇല എവിടെയാ നല്ല വലിയ നെല്ലി. അതാണോ നെല്ലി? നമ്മള് നഞ്ച് കളക്കി മീൻ പിടിക്കാതെ കണ്ടില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ നഞ്ച് കളക്കിയാണ്. നഞ്ചിന്റെ കായ എടുത്ത് നമ്മൾ ആറ്റിലോ പുഴയിലൊക്കെ കലക്കുന്ന സമയത്ത് അത്ര ഭാഗത്ത് വെള്ളത്തിന്റെ ഓക്സിജന്റെ ലെവൽ താഴ്ന്നതിന്റെ ഫലം കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേണ്ട അവിടെ കിടപ്പുണ്ട്. ആ വെള്ളത്തിന്റെ ഓക്സിജന്റെ ലെവല് താഴും. അതിന്റെ ഫലമായിട്ട് മയങ്ങി പൊങ്ങി വരുന്നതാണ്. അതാണ് നഞ്ചിലെ. അങ്ങനെ ഈ നഞ്ചിലെ ജസ്റ്റ് അല്ല, ഞാൻ അങ്ങനെ വിഷം തന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നഞ്ചിലും ജസ്റ്റ് ഒരു വിഷത്തിന് എന്താ പൂവുണ്ടാവോ? പൂ ഉണ്ടായിട്ടില്ല. ഇതൊരു വള്ളിച്ചെടി പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പടർന്നു പിടിക്കും. നല്ല രസമുണ്ട്. ഞാൻ കാണാം. നല്ല ഉറപ്പുള്ള ഇതിന്റെ ഇത് വള്ളി. ഇത് നമ്മള് അങ്കോലെന്ന് പറയും. ഈ ട്രൈബൽസ് ഒക്കെ പേപ്പട്ടി വിഷബാധയ്ക്ക് ഈ അങ്കോലത്തിന്റെ വടക്കോട്ടുള്ള വേരുകളാണ് ഉപയോഗിക്കുന്നത്. വടക്കോട്ടുള്ള വേരുകൾക്ക് കൂടുതൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവും ഔഷധ ഗുണമുള്ളൂ. പേപ്പട്ടി അതാണ് എടുക്കുന്നത്. അവർക്കത് അറിയാം. ഇത് നമ്മുടെ കൃഷ്ണക്കടമ്പാണ്. ഇത് തൈയാണ് കേട്ടോ. കൃഷ്ണൻ ഗോപികമാരുടെ ചേല അപകരിച്ചു കൊണ്ടുപോയി കടമ്പിന്റെ ശിഖരങ്ങളിലാണ് തൂക്കിയിട്ടിരുന്നത്. നീലക്കടമ്പ്, കൃഷ്ണക്കടമ്പ്, കാദംബരി ഇതിന് തന്നെയാ പറയാല്ലേ? കൃഷ്ണക്കടമ്പ്. ഇത് നമ്മള് കരിമരുന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഈ മരത്തിന്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പൊ ഈ വെള്ളമുണ്ട്. അപ്പൊ ഈ ട്രൈബൽസ് ഒക്കെ ഉൾവനത്തിലേക്കൊക്കെ പോകുമ്പോ വെള്ളത്തിന് വേണ്ടിട്ട് ആശ്രയിക്കുന്നതാ. അപ്പൊ വെള്ളം ആവശ്യം വരുമ്പോ നമ്മളൊരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് അതിനകത്ത് നിന്ന് വെള്ളം എടുക്കാം. ഇനി നല്ല കുടിക്കാൻ പറ്റും. നമ്മൾ ആ കട്ട് ചെയ്ത ആ ജോയിന്റ് ഇല്ലേ, ആ കഷ്ടാടി വെച്ച് അടച്ചു കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോ ആ മരം അതിനോട് പിന്നെ അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യും. നമ്മളൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ പടർന്നു പോകുന്ന കണ്ടിട്ടില്ലേ? തേക്ക് പോലെ. അത് തല്ലിത്തേങ്ങ. ഇത് കുന്നുപാലം. അത് നമ്മുടെ ഇത് കറുവപ്പട്ട. സപ്പോട്ട പട്ടിയാണ്. ഇതാണ് കേട്ടോ ഇടംപിരി. ഇതാണ് കേട്ടോ ഇടംപിരി പലമ്പിരിയുടെ മരം. മുടി ഓരോ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതും മുടി വളരാനുള്ള എണ്ണയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഇടംപിരിയുടെ കായ കൊണ്ടായി വരുന്നതേ ഉള്ളൂ. അവിടെ പൊക്കത്തുണ്ട്. ഇങ്ങനെ ഇത് ഇടംപിരി പലമ്പിരി എന്ന് പറയുന്നതിന്റെ കായ ഇങ്ങനെ പിരിഞ്ഞു പിള്ളേർക്ക് വയറൊക്കെ ഉദര സംബന്ധമായ
അവിടെ ഒരു മത്സ്യകന്യകയുടെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. ഇത് ഇതാണ് പാമ്പാണ് അല്ലേ? ബോട്ടിൽ പാം, റോയൽ പാം എന്നൊക്കെ പറയും. അതിങ്ങനെ ബോട്ടിൽ ഷേപ്പിൽ കൂടുതലും നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഒരു ബോട്ടിൽ പോലെ ഇവിടെ നമുക്കൊരു ഫിഷ് സെന്റർ ആണ്. നമ്മളിവിടെ തീറ്റ ചൂണ്ട വെച്ചിട്ടുണ്ട്. ഗൈഡിക്കൊക്കെ കഴിഞ്ഞിട്ട് ചൂണ്ടയിടാം. ചൂണ്ടയും വെച്ചിട്ടുണ്ട്, തീറ്റയും വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട ബേസാണ്. അപ്പൊ നമ്മുടെ പാടം ഒരുക്കുന്ന സമയത്തുണ്ടല്ലോ ഇഷ്ടംപോലെ പക്ഷികൾ വരും. പാടം ഒരുക്കുമ്പോ അല്ലെ? പാടം ഒരുക്കുമ്പോ എവിടെയൊക്കെ ഉണ്ട്. ഒരു ഉച്ച സമയം ഇവിടെ പൊക്കത്ത് ഇവിടെ നമുക്ക് തീറ്റ ചൂണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. നമുക്ക് മീൻ പിടിക്കാം. കിട്ടുന്ന മീൻ നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഇതിനു മുമ്പ് കണ്ട കാന്താരിക്കടവ് എന്ന വീഡിയോയിൽ കണ്ടിരുന്ന പാടമാണിത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ദൂരെ കാണുന്നത് മാംഗോ പടോസ് ആണെന്നുള്ളത്. ഈ കനാലിന്റെ അപ്പുറത്തുള്ള പാടമാണ് നമ്മുടെ കാന്താരിക്കടവ് എന്ന വീഡിയോയിൽ കണ്ട പാടം. കഴിഞ്ഞ കുമരകം ബേർഡ് സാങ്ച്വറി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സമയത്ത് പക്ഷികളൊന്നും ഇല്ലാന്ന്. പക്ഷെ സീസണായി കഴിഞ്ഞാൽ ഈ പാടത്തും ധാരാളം പക്ഷികളൊക്കെ വരുന്നതാണ്. ആ പക്ഷി നിരീക്ഷണത്തിനായിട്ട് ഇരിക്കാനുള്ള ഒരു ടവറും അതിന്റെ ഇരിപ്പിടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. തണ്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ബുദ്ധ ബാമ്പു എന്ന് പറയും. ബുദ്ധ ബാമ്പു, ബുദ്ധന്റെ മുടിക്കെട്ട് പോലെ. ഇത് നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. 1 മണിക്കൂർ യൂസ് ചെയ്യാൻ ഒരാൾക്ക് 100 രൂപയാണ്. മാംഗോ ഷേപ്പിലുള്ളത് കൊണ്ട് മാംഗോ പൂൾ എന്ന് പറയും. 4 തൊട്ട് 7.5 വരെ ഫീറ്റ്. കളർ പോകുന്നതോ കോട്ടൺ വസ്ത്രങ്ങളോ അലൗഡ് അല്ല. പോളിസ്റ്റർ. ബുദ്ധന്റെ തലമുടിക്കെട്ട് പോലെ. ബുദ്ധന് മുടിയില്ല, അത് ഒച്ചാണ്. അതിന്റെ ഒരു രീതിയിലല്ലേ ഇത് പോയിരിക്കുന്നത്. നമുക്കിവിടെ കളർ പോകുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പോളിസ്റ്റർ നൈറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പ് ഉണ്ട്, അവൈലബിൾ ആണ്. അത് വാങ്ങിക്കാൻ കിട്ടും. കളർ പോകാത്ത ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ഈ പൂളിന് ഒരു പാക്കേജ് ഉണ്ട്. നമ്മുടെ ഈ 20 പേരുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരും. 2500 പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് ഈ പൂള് 1 മണിക്കൂർ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പൂള് ഫ്രീ. മാംഗോ ഷേപ്പിലാണ് പോകുന്നത്. ഇത് കിളിഞ്ഞാവൽ കണ്ട, കിളിഞ്ഞാവൽ 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 കിളിഞ്ഞാവൽ. നമുക്ക് ഓരോ ഏരിയയിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്നാക്ക് ബാർ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ പൂളിന്റെ ടിക്കറ്റ് ഇവിടെയാണ് 100 രൂപ. ഇവിടെ ഈ ഇത് നമ്മുടെ പ്രീമിയം കാറ്റഗറി പെട്ട മാംഗോ കോട്ടേജ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് ഫിക്സ്ഡ് ചെയ്യാം റൂമൊക്കെ എടുക്കുന്നവർക്ക്. ഇതിന്റെ അകത്ത് 1 രൂപ കോയിൻ പഞ്ച് ചെയ്ത് എന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ ബ്രിഡ്ജിൽ ഒരു സമുദ്രാകൃതിയിൽ എന്റെ ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തിൽ തന്നെ ഇതിനൊക്കെ തീറ്റ കൊടുക്കും. അതാണ് പ്രീമിയം കോട്ടേജിന്റെ പ്രത്യേകത. ഇത് മാംഗോ എന്ന് പറയും.
ഓരോ കോട്ടേജുകൾക്ക് ഫ്രൂട്ട്സിന്റെ ഈ പേര്. കോട്ടേജിന്റെ പേര് മാംഗോ. മാംഗോ. ഈ മൾബറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, നട്ട്ബക്ക് ഉണ്ട്. ആട്ടുചെമ്പകം. ഇവിടെ നമുക്ക് ഡയറക്ടേഴ്സ് ഹാൻഡ് എന്ന് പറയുന്നത്, അല്ലെ സംവിധായകന്റെ കൈ എന്ന് പറയും. നമ്മുടെ ഡയറക്ടർ സാറിന്റെ കൈയുടെ ഒരു മാതൃകയാണ്. അപ്പൊ ആ കൈയുടെ സ്റ്റാച്ചുവിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കാട്ടത്തിമരമാണ്. അതിന്റെ ഭക്ഷ്യയോഗ്യമല്ല. ഇവിടുത്തെ എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും നമ്മുടെ സാറിന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണെന്നത് ചെയ്തിരിക്കുന്നതാണ്. കാരണം അപ്പുറം ഇവിടെ ചേർത്ത് നോക്കാം സാർ. കാമരാജ് എന്ന് പറയുന്ന മരം. ഈ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ ലൈംഗിക ഉത്തേജന മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ പൂവും കായും ഒക്കെയാണ്. ഇതിന്റെ സ്ത്രീ വേഷനുണ്ട്, മദന കാമേശ്വരി മനോരഞ്ജിനി എന്നാണ് പറയുന്നത്. അത് പോകുന്ന വഴിക്ക് കാണിക്കാം. ഇത് കറുത്ത കളർ കുന്തിരിക്കത്തിന്റെ മരമാണ്. ഇതിന്റെ കറയാണ് നമ്മൾ കുന്തിരിക്കായിട്ട് ഉപയോഗിക്കുന്നത്. കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, വെള്ള കുന്തിരിക്കുണ്ട്. ഇത് കറുത്ത കുന്തിരിക്ക ഇല്ല. ഇതാണ് ഊത് അത്തറിന്റെ മരം. ഒരു 15, 20, 25 വർഷം ആകുമ്പം ഊതത്തർ മരത്തിൽ ഫംഗസ് ബാധയുണ്ടാകും. ഒരു വണ്ട് വന്ന് പരാഗണം നടത്തുന്നതാണ്. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ പുറത്തൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാകും. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് പ്രോസസ് ചെയ്തിട്ടാണ് ഊത് അത്തർ നിർമ്മിക്കുന്നത്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് സ്മെല്ലൊന്നും തോന്നില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഊതത്തർ മരത്തിലേക്ക് ഫംഗസിനെ ഇഞ്ചക്ട് ചെയ്യും, ഉണ്ടാക്കിയെടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട്. 10-25 വർഷം എടുക്കും ഒരു പ്രാവശ്യം ഉണ്ടാവാൻ. ആൾക്കാർക്ക് ആർക്കും ക്ഷമയില്ല. ഇത് നമ്മുടെ കായമില്ലേ, ഇതിന്റെ കറയാണ് കേട്ടോ കായായിട്ട്. മുകളത്തിൽ നിന്നുള്ള കറയാണ് നമ്മൾ കായായിട്ട് കായ. ഇതിന്റെ തന്നെ വരുന്ന കറയാണ് അതിന്റെ പ്രസ് ചെയ്തെടുക്കുക. അല്ലാതെ തന്നെ വരുന്നതാണ്. ഇതാണ് വാച്ച് ടവർ അല്ലേ? അത് വഴിതൊക്കെ എളുപ്പമാണ്. റോഡുണ്ട്. വണ്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ മരങ്ങളൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഇല്ലാട് ആട് കണ്ടു. സിംഗപ്പൂർ ഇന്ത്യക്ക് മരങ്ങളുണ്ടല്ലോ. എത്ര മരങ്ങളാണ് സിംഗപ്പൂർ ഡേയ്സ്. ഇത് നമ്മുടെ പാടി കോട്ടേജ് എന്ന് പറയും. ഡീലക്സ് കാറ്റഗറി പെട്ടതാണ് പാടിയെ. 10 റൂമുണ്ട്. ഓരോ റൂമുകൾക്ക് ഓരോ നെല്ലിനങ്ങളുടെ പേര് ജയ, സുരേഖ, ബസ്സും. പിന്നെ റൂമിന്റെ ഡീറ്റെയിൽ അറിയെങ്കിൽ റിസപ്ഷനിൽ ചോദിക്കുക. സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് പൂളും കൂടി ഉണ്ട്. അതിനകത്ത് പൂളും അതേപോലെ പാടി എന്ന് പറയും. പാടിക്ക് ഇതാ
വഞ്ചിപ്പാമരയാണ്. നാലും കൂടി ഒരു വഞ്ചിക്കകത്ത് നിർത്തിയേക്കുന്നത് കൊണ്ടാണ് നാൽപ്പാമര വഞ്ചി എന്ന് പറയുന്നത്. ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഏത് വെള്ളത്തിലും നമ്മൾ നാൽപ്പാമര ഉപയോഗിക്കും. വാലന്റൈൻസ് ഗാർഡൻ ആണ്. 4 തരത്തിലുള്ള മുളകളുണ്ട്. മഞ്ഞമുള നമ്മൾ പേപ്പർ നിർമ്മാണത്തിന്, ഇനി ചെറിയ മുള ഈറ എന്നൊക്കെ പറയുന്നത് ഫ്ലൂട്ട് നിർമ്മാണത്തിന്. കറുത്ത മുള നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനും ഈ ട്രൈബൽസ് ഒക്കെ അവരുടെ ഊരൊക്കെ നിർമ്മിക്കാനും ഉപയോഗിക്കും. അങ്ങേയറ്റത്ത് ലാത്തിമുളയുണ്ട്, ചെറിയ മുള. ആ കൂട്ടത്തിന്റെ കൂടെ ലാത്തിമുളയുണ്ട്. ഈ സ്റ്റാച്ചുവിന്റെ പേര് ലൗട്രി എന്ന് പറയും. ഇത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെ കാണിക്കുന്ന സ്റ്റാച്ചു ആണ്. പാതി മനുഷ്യനും പാതി പ്രകൃതി. ഈ താഴെ കാണുന്ന കുട്ടിയുടെ സ്റ്റാച്ചു അവരുടെ സ്നേഹബന്ധത്തെ ഉറ്റുനോക്കുന്ന ഭാവി തലം. ഇത് ഇരുമ്പകം കമ്പകം എന്ന് പറയുന്ന മരമാണ്. ഇതിന്റെ തടിക്ക് നല്ല ഹാർഡായിട്ടുള്ള വുഡാണ്. അപ്പൊ ഈ പായ്ക്കപ്പൽ നിർമ്മാണത്തിനൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇരുമ്പകം കമ്പകം. അവിടെ നമുക്ക് നാഗലിംഗ മരം കണ്ടുണ്ടോ? കമണ്ടല് പോലത്തെ ഒരു കാര്യം നമ്മളവിടെ കണ്ടില്ലേ ചേട്ടാ? വടക്കുന്നാലുണ്ട് നാഗലിംഗ വൃക്ഷം. അതന്നെ. അതുപോലെ ഇതിന് ഒരു സാധനം ഇങ്ങനെ വന്ന് നിൽക്കും പാമ്പ് പോലെ. അതന്നെ നമ്മൾ അവിടെ കണ്ടില്ലേ? നമ്മുടെ പാർക്കില് തൃശ്ശൂർ പാർക്കിൽ കണ്ടു. ഇതില് കമണ്ടലൂര് യൂസ് ചെയ്യുന്നൊക്കെ കമണ്ടലൂ വൃക്ഷം വേറെ അല്ലേ? ഇതാ നമ്മുടെ ചൂരല്. അയ്യോ ചേട്ടാ, ചൂരല് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ചൂരല്. നമ്മളവിടെ കണ്ടില്ല. ചൂരൽ അതിന്റെ മുള്ളൊക്കെ ചെത്തി വെടിപ്പാക്കി പാവം പിള്ളേര്. ഒഴിഞ്ഞിട്ട് കേട്ടണ്ട. ഇഷ്ടംപോലെ അറിയപ്പെട്ടു. വാഴക്കൊല കവിതയില്ലേ പെട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവര് പറയും, കാരണവര് പറയും വീട്ടിൽ കൊണ്ടുപോകാം. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് പോകാൻ അടുത്താൽ പോകുമ്പോൾ അതുകൊണ്ടാ ബ്ലാക്ക് രണ്ടും കേട്ടൊരു സംഭവമാണ്.
മുള്ളൻ കടച്ചക്ക. രണ്ടും കെട്ടത്. നല്ല പേര്. മുള്ളൻ കടച്ചക്ക രണ്ടും കെട്ടത് എന്ന് വെച്ചാൽ ചക്കയുടെയും കടച്ചക്കയുടെയും ഇടയില്. കാരണം മുള്ളുണ്ട് ഇതിന്. മറ്റേ മുള്ളുണ്ടാവാറില്ല. മൽപ്പട്ടിയല്ല കൊക്കാനല്ല. അതല്ല സംഭവം. ഇത് ഈ നീളം ഇല്ല ഇതിനൊരു പൂവുണ്ടാകും. നല്ല സ്മെല്ലാണ്. ആ പൂവുണ്ടായിരുന്നല്ലേ അതുകൊണ്ട് 10 ഞങ്ങളുടെ വീട്ടിലുണ്ടായാലോ പൂവുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇതിലൊക്കെ വൈറ്റ് കളർ വൈറ്റ് കളർ ഭയങ്കര സ്മെല്ലാണ്. പൂത്തിട്ടുണ്ട്. ഒരുപാട് കാലം എടുക്കും. ഒരുപാട് കാലം എടുക്കും. അതെ ഇത് നമ്മുടെ കൽരുദ്രാക്ഷത്തിന്റെ മരം. ഇത് കായൊക്കെ ഉണ്ടായി വരുന്നുണ്ടേ. ഇതിന്റെ കായല്ല ഷേപ്പ്ലെസ്. ഈ മരം ഷേപ്പ്ലെസ് അത് കായ ഉണ്ടായി വരുന്നുണ്ട്. എടുത്ത് ചതച്ച് കഴിയുമ്പോ ഇലാസ്റ്റിക് പോലെ കാട്ടുചെമ്പക. ഇതാ ഇത് പണ്ട് കാലത്ത് നമ്മള് ഡ്രസ്സിനൊക്കെ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് രാജാക്കന്മാരുടെ. ഈ മഞ്ഞപ്പൂ ഉണ്ടായിട്ട് കാട്ടുചെമ്പക കണ്ടോ? നല്ല മണമായിരിക്കും. നല്ല സ്മെല്ല്. അവിടെ പൂത്തി നിൽക്കുന്നത് കാട്ടുചെമ്പകന്റെ ആ മൂലക്ക്. മറ്റേ ചെമ്പകം പോലെയല്ല. ലാങ്കി ലാങ്കി ചില സ്ഥലത്ത് ലാങ്കി ലാങ്കി. വെള്ളം മരിക്കുന്നത് ഫ്ലവറിങ്. അതിനകത്തൊരു ഇത് ഉണ്ടാകുമല്ലോ, ഒരു എന്നാ ലാവണ്ടർ കളർ പോലത്തെ ഒരു പൂവ്. ഈ വഴിയോരത്തൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ചെടിയുണ്ട് രാമനാമപ്പച്ച. ഇതാണ് കേട്ടോ രാമനാമപ്പച്ച. ഇത് 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 നമ്മൾ വിശ്വാസത്തോടു കൂടി ഇതിന്റെ അടുത്ത് നിന്ന് കൈകൂപ്പി രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈകൂപ്പി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ തളിരിലകളും അടുത്ത് വരും. ഇത് യൂക്ക് കർപ്പൂരം. നമ്മളങ്ങനെ ഇവിടെ 2ാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് 3ാമത്തെ ഭാഗം കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.